അസ്സലാമലൈക്കും. ഇത് റമദാൻ മാസം 10 ഇത് ആരും എന്ത് കൊടുക്കലും കിറ്റ് കൊടുക്കുക എന്ത് കൊടുക്കണവരും ആരെന്ത് കൊടുക്കുക ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തവർ മാനം മര്യാദ ഒക്കെ അടങ്ങി ഒതുങ്ങി മാനം അഭിമാനം വിചാരിച്ച് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നവർക്ക് വേണം വീട്ടിൽ കൊണ്ട കൊടുക്കാൻ. അവരെ വീട്ടിൽ വാതിക്കെ ചെന്ന് മേടിക്കലല്ല, കൊണ്ട കൊടുക്കണം. എൻ്റെ ഉപ്പയൊക്കെ ഉള്ളപ്പോൾ കൊടുക്കുമായിരുന്നു, വീട്ടിൽ കൊണ്ട കൊടുക്കും. കൊണ്ട കൊടുക്കണം, ആളെ നിർത്തിയിട്ട് വീട്ടിലെ ഒരു വണ്ടി എടുത്തിട്ട് കൊണ്ട കൊടുക്കണം. പരസ്യമാക്കാൻ 4 പേര് വേണേൽ വീഡിയോ കാണിച്ച് അത് കാണിച്ച് ഇത് കാണിച്ചിട്ടല്ല കൊടുക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടാ? ആ മാനം അഭിമാനം ഓർത്ത് എത്രയോ ഭർത്താക്കന്മാരിലാണ് കുഞ്ഞു മക്കളായിട്ട് ജീവിക്കണ. എത്ര പാവം പിടിച്ചവരുണ്ട്, പാവം പിടിച്ചവരുണ്ട്. പുറത്തിറങ്ങാൻ വയ്യാത്ത പ്രായക്കാർ, ചെറിയ പെൺപിള്ളേർ മക്കൾ കുഞ്ഞു മക്കളായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട് ഭർത്താക്കന്മാരില്ലാണ്ട്. അപ്പം അവർക്കൊക്കെ കൊണ്ടു കൊടുക്കുക, അവരെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം. അതാണ് ദാനധർമ്മം ചെയ്യേണ്ടത് കേട്ടോ. ദാനധർമ്മം എന്ന് പറഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പേരെടുക്കാനും അടുക്കാനും ഒന്നുമല്ല ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് ധർമ്മം ചെയ്യേണ്ടത്. പേരെടുക്കാനും വീഡിയോ പിടിച്ചും സ്റ്റാറ്റസ് ഇട്ടിട്ടും അതൊന്നുമല്ല കൊടുക്കേണ്ടത്. ഇങ്ങനെ വേണം ചെയ്യാൻ. എങ്ങനെ? വീട്ടിൽ കൊണ്ടു കൊടുക്കണം. മാനോ അഭിമാനം ഓർത്തി എത്രയോ പാവങ്ങളിരിക്കുന്നു. പാവങ്ങൾക്ക് അറിഞ്ഞ് സഹായിക്കണം. അതുമാതിരി എത്ര എണ്ണം വീടില്ലാണ്ട് എത്ര എണ്ണം കഷ്ടപ്പെടുന്നു. അത് അറിഞ്ഞ് ചെയ്യണം. അതറിഞ്ഞ് മുൻഗണന വിഭാഗത്തിൽപ്പെടുത്തി അവർക്കൊക്കെ കൊടുക്കണം. ചോദിച്ചറിഞ്ഞും വെച്ച് എടുത്തിട്ടും കൊടുക്കണം. അതുമാതിരി കൂടപ്പറപ്പിങ്ങൾക്കും ബന്ധത്തിനും രക്തബന്ധത്തിനും കൊടുക്കണം. അറിഞ്ഞിട്ട് സഹായിക്കണം. അതാണ്. അന്നെങ്കിൽ ചെയ്തിട്ടേ ഫലമുള്ളൂ. അല്ലാത്തവർ ഹജ്ജിനല്ല ഉംറക്കല്ല ഏത് സ്വർണം വാരി എറിഞ്ഞാലും ഒരു ഫലവും ഇല്ല കേട്ടാ. ഞാനിതാ പറയുന്നു, ഒരു ഫലവും ഇല്ല. ഇന്നത്തെ ദിവസം ഒന്നിക്ക് 70,000 ഒന്നിക്ക് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ഒന്നിക്ക് 70,000. അതോടം കൊണ്ട് എത്രയോ പാവം വീടില്ലാണ്ടും കൂടില്ലാണ്ടും ഒരു ഭക്ഷണം കിട്ടാണ്ടും കുഞ്ഞു മക്കളായിട്ട് പുറത്തിറങ്ങാൻ പറ്റാണ്ട് ആരോടും നാളൊക്കെയാണ് കൊണ്ട് തുറന്നിരിക്കണം. മനസ്സിലായിട്ടുണ്ടോ? ശരി, അസ്സലാമു അലൈക്കും.